ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊച്ചിൻ ഇൻഫോ പാർക്കിലേക്ക് ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡറി സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിലായി വീഡിയോ എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡിയറി ഫോൺ ബാങ്കിംഗ് ഓഫീസറെ നിയമിക്കുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചൂടി നൽകിയ വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജോലി തരം പറഞ്ഞിട്ടുണ്ട്, ഓഫീസ് ജോലിയാണ്. സാലറി പറഞ്ഞിട്ടുള്ളത് 20,000 രൂപയാണ്. അലവൻസൊക്കെ ഇൻക്ലൂഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് +2 അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭാഷാ പ്രാവീണ്യം പറയുന്നുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഫ്ലുവൻ്റ് ആയിരിക്കണം. പുതുമുഖങ്ങൾക്ക് അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കൊച്ചിയാണ്. നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് 9526372094. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. സ്ഥാപനം നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. യാതൊരു ഫീസോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് പല സ്ഥലത്തുനിന്നും പല സൈറ്റുകളിൽ നിന്നൊക്കെ ഷെയർ ചെയ്ത് കിട്ടുന്ന ജോബ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജെന്യൂനിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മളുടെ അടുത്ത് പൈസയും മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് വേക്കൻസികൾ വേറെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.